ഹായ്, ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ലെൻറ്റ് സീസണിലേക്കുള്ള വെജിറ്റേറിയൻ റെസിപ്പികളാണല്ലോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾക്ക് വഴുതനങ്ങ കൊണ്ടുള്ള ഒരു സ്പൈസി ആൻഡ് ഹോട്ട് നല്ല ഒരു കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടത് 1/2 കിലോ വഴുതനങ്ങ. നിങ്ങൾക്ക് ചെറിയ വഴുതനങ്ങയാലും ഏത് വഴുതനങ്ങയായാലും മതി. എഗ് പ്ലാന്റ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് 3 സവാള ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നു, അത് ഫ്രൈ ചെയ്യാനായിട്ടാണ്. മസാലയ്ക്ക് വേണ്ടിയത് 1 സവാള, 4 പച്ചമുളക് എരിക്കനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം, 1 കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി. മസാല 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 നെല്ലിക്ക വലിപ്പത്തിൽ നമുക്ക് പുളി വേണം. അതുപോലെ തന്നെ 1 ചെറിയ കഷ്ണം ശർക്കര, ഗാർണിഷ് ചെയ്യാനായിട്ട് മല്ലിയില, വറുക്കാനായിട്ട് ആവശ്യത്തിന് എണ്ണ, ആവശ്യത്തിന് ഉപ്പ്. വഴുതനങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ ഈ ക്യാപ്പങ്ങ് കളയാം. അതിനുശേഷം നമുക്ക് ഇത് നല്ല നൈസായിട്ട് നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കണം. ഞാൻ വഴുതനങ്ങ എല്ലാം അരിഞ്ഞു വെള്ളത്തിലിട്ടു. അതിലേക്ക് അല്പം ഉപ്പിട്ട് നമുക്ക് നല്ലപോലെ അത് ഞെരടി കഴുകി നല്ലപോലെ പിഴിഞ്ഞ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിൻ്റെ വെള്ളമെല്ലാം നമുക്ക് മാറ്റാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ ഉള്ളി അരിഞ്ഞത് ഇട്ട് വറുത്ത് എടുക്കാം. ഉള്ളിയും വഴുതനങ്ങയും വറുക്കാൻ ആവശ്യമായ എണ്ണ നമുക്ക് ഒഴിക്കേണ്ടി വരും. നമുക്ക് അപ്പോഴേക്കും പുളി ചൂടുവെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാം. ഉള്ളി വറുത്തത് നമുക്ക് കോരിയെടുക്കാം. അത് അധികം മൂത്ത് പോകരുത്. ഉള്ളി മൂപ്പിച്ചെടുത്തു. ഇനി ഉള്ളി വറുത്ത് കോരി ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ വഴുതനങ്ങ ഇട്ട് വറുത്തെടുക്കാം. നമുക്ക് വഴുതനങ്ങ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ വറുത്ത് കോരാം. വഴുതനങ്ങ ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ മസാല അരച്ചെടുക്കാം. ഉള്ളി മുറിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ പച്ചമുളക് മുറിച്ചതിടാം, ഇഞ്ചി മുറിച്ചതിടാം, വെളുത്തുള്ളി. നമ്മൾക്ക് നല്ല ഒരു പേസ്റ്റ് നമുക്കിതിൻ്റെ ഉണ്ടാക്കാം. വഴുതനങ്ങ നമുക്ക് വറുത്ത് കോരാം. അങ്ങനെ എല്ലാ വഴുതനങ്ങയും നമ്മൾ വറുത്ത് കോരി ആ വറുത്ത് കോരി എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഈ അരച്ച മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ മസാലയ്ക്കകത്ത് ഒട്ടും വെള്ളം ഒഴിക്കാതാണ് അരച്ചത്. നല്ല പേസ്റ്റാക്കി വേണം എടുക്കാനായിട്ട്. ഇത് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. മസാലയുടെ കളർ ചേഞ്ചായി മൂത്ത് തുടങ്ങി. നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, നല്ലതുപോലെ മൂത്തു. നമുക്കിതിലേക്ക് പുളിവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ജാർ കഴുകിയതായിട്ടുള്ള ആ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കപ്പ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം മസാല വേവാനായിട്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാലയുടെ എണ്ണ തെളിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് പകുതി ഉള്ളി വറുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് വഴുതനങ്ങ വറുത്തതും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പും പുളിയെല്ലാം നല്ല പാകത്തിനുണ്ട്. ഏകദേശം 1-1.5 മിനിറ്റ് നമ്മൾക്ക് ആ വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് വഴട്ടുന്നുണ്ട് നമ്മൾ. അങ്ങനെ നമ്മുടെ സ്പൈസി വഴുതനങ്ങ റെഡിയായി. നമുക്ക് ഇനിയും ഇതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിന് മുകളിലേക്ക് നമുക്ക് ഫ്രൈഡ് ഓണിയൻ ഇട്ട് കൊടുക്കാം. മല്ലിയില കൊണ്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ രുചികരമായ സ്പൈസി വഴുതനങ്ങ റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഫ്രൈഡ് റൈസിനും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഗോഡ്